Can you hear? Yes, ഓക്കെ, ചില നെറ്റ് പ്രോബ്ലം കൊണ്ട് കട്ടായി പോയതാണ് കേട്ടോ. ഓക്കെ, സോറി. ഓക്കെ ആണെന്ന് തോന്നുന്നു. ശരി. സോ നെക്സ്റ്റ് ഞാനൊരു സ്ക്രീനൊക്കെ ഷെയർ ചെയ്ത് വന്നതായിരുന്നു. നോക്കട്ടെ ഉണ്ടോന്ന്. Yes. These are the first astronauts, those who went to the moon. മൂണിൽ പോയ ഫസ്റ്റ് ആസ്ട്രോണറ്റ്സ് ആണ് ഇവര്. ഇവരുടെ പേരെന്താണെന്നറിയാമോ? Yes. What is the name? Tell me the name. Neil Armstrong, Edwin Aldrin, രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മയാ? അല്ല, രാകേഷ് ശർമ്മ അല്ല. സുരേന്ദ്രനോ? അല്ല, യൂറിക് ആസിഡോ? ഇവൻ എന്തോ പറയുന്നേ? നമ്മുടെ മുഹമ്മദിന്റെ സൗണ്ട് പോലെ ഉണ്ടല്ലോ. മുഹമ്മദ് ആണോ ഈ പറയുന്ന ആള്? ജോസി, who are the 3 people those who went to the moon for the first time? അറിയില്ല. വായിക്കാൻ കിട്ടുന്നില്ല. അറിയാവുന്നതാണ്, പേര് വായിക്കാറില്ല. പേര് Who knows to read? Who knows their names? എന്തോ ഉണ്ടല്ലോ. Edwin Aldrin, Michael Collins and Neil Armstrong. മൈക്കിളാ? Michael Collins, Neil Armstrong and Edwin Aldrin are the 3 people. അവര് 3 ആളാണ് ഇത് കേട്ടോ. ഓക്കെ. എഡ്വിൻ ആൽഡ്രിൻ അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ദിസ് ഈസ് നീൽ ആംസ്ട്രോങ് ഓക്കെ, ദിസ് ഈസ് നീൽ ആംസ്ട്രോങ്. അപ്പം ഇയാളായിരിക്കും നീൽ ആംസ്ട്രോങ് അതറിയാം. പിന്നെ എഡ്വിൻ ആൽഡ്രിനെ അറിയാത്ത. എഡ്വിൻ ആൽഡ്രിനെയാണ് അറിയാത്തെ. മറ്റേ ആളെ അറിയോ? നിൽക്കുന്ന ആള് എഡ്വിൻ ആൽഡ്രിൻ. നടുക്ക് നിൽക്കുന്ന ആള്. ഞാൻ ഒരു മിനിറ്റ്, ഞാൻ ഇതിനകത്തുനിന്ന് ആദ്യം നീൽ ആംസ്ട്രോങ്ങിന്റെ ഫോട്ടോ എടുക്കാം. അപ്പം എല്ലാം ടെസ്റ്റിലും നോക്കിട്ട് എനിക്ക് മനസ്സിലാക്കാം. നടുക്ക് നിൽക്കുന്ന ആളെന്നെ എഡ്വിൻ ആൽഡ്രിൻ. പറഞ്ഞോ? അറിയാവോ? എന്താന്നറിയോ? ടെസ്റ്റിൽ അതേപോലെ എഡ്വിൻ ആൽഡ്രിൻ, ALDRI, എഡ്വിൻ ആൽഡ്രിൻ. ഓക്കെ, എൽഡ്രിൻ. അതാ ഈ കക്ഷിയാണ്. ഇതിലേതാണ്? ഇതടുക്ക് നിൽക്കുന്ന ആളല്ലേ? യെസ്. അല്ലല്ല, നടുക്ക് നിൽക്കുന്ന ആളാണോ? എല്ലാത്തിന്റെ മുഖം ഒരുപോലെ ഇരിക്കുന്നു. സായിപ്പന്മാരെല്ലാരും ഒരുപോലെ ഇരിക്കുന്നു, നമ്മളെ പോലെ അല്ലല്ലോ. ആ മനുഷ്യൻ വയസ്സായപ്പോ ഇങ്ങനെയാണ് കേട്ടോ. അല്ല, എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഈ മനുഷ്യൻ ഈ സൈഡിൽ നിൽക്കുന്ന ആളല്ലേ എഡ്വിൻ ആൽഡ്രിൻ. ഫോട്ടോ കണ്ടിട്ട് എല്ലാ മുഖവും ഇപ്പൊ ഒരുപോലെ തോന്നുന്നു. നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇനി 3 ആള് ഒരാൾ തന്നെ ആയി പോകും. കൺഫ്യൂഷനാ. ഈ എഡ്വിൻ ആൽഡ്രിന് ചെറുതുമാണ്, കുറച്ച് തടിയും തോന്നുന്നുണ്ട്. എടാ, അത് മറ്റേ അവരുടെ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ടല്ലേടാ കുഞ്ഞാ. പക്ഷേ they both are sitting. I think ഇത് തന്നെ ആയിരിക്കാം ചിലപ്പം. പക്ഷെ ഇത് മുഖം കണ്ടിട്ട് ഇങ്ങനെ തോന്നുന്നു. എനിവേ, എഡ്വിൻ ആൽഡ്രിനെ വിട്ടു. ഇനി നമ്മൾ ആരാ? നീൽ ആംസ്ട്രോങ്ങിനെ എടുക്കാം. നീൽ ആംസ്ട്രോങ്ങിനെ അറിയാം. കൂടുതൽ പഠിച്ചാണോ? നീൽ ആംസ്ട്രോങ്ങിനെ ആളെയും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എഡ്വിൻ ആൽഡ്രിനെ കണ്ടുപിടിക്കാം. ഇത് ഈ മനുഷ്യനാ ഫസ്റ്റ് വണ്. ഇത് തന്നെയല്ലേ ഇപ്പം കണ്ടത് ഫോട്ടോ? ഇതൊന്നുമല്ല അല്ലേ? സായിപ്പന്മാരെല്ലാരും കാണുമ്പോ ഏകദേശം ഒരുപോലെ ഇരിക്കുന്നു അല്ലേ? ഇതാണ്
നീൽ ആംസ്ട്രോങ്. ആ നീൽ ആംസ്ട്രോങ് വയസ്സായപ്പോ എന്താ ഇങ്ങനെയായി? ഡൗട്ട് അടിക്കേ. ഓക്കെ, ഇനി അടുത്ത ആളുടെ നോക്കട്ടെ, ഏതെങ്കിലും ഒരു തുമ്പ് കിട്ടുമോ നോക്കട്ടെ. മൈക്കൽ കോളിൻസ് അല്ലേ? ഇത് കുറച്ച് ഡിഫറൻസ് തോന്നുന്നുണ്ട്. ഇയാള് മിസ്സാ സൈഡത്തെ അവര് മൂന്നുപേരോട് നിൽക്കുന്ന ഒരു ഫോട്ടോ കാണുവാണെങ്കിൽ വീണ്ടും നമുക്ക് നോക്കായിരുന്നു. മൈക്കിൾ കോളിൻസ് തേർഡ് എന്ന് തോന്നുന്നു മിസ്സേ. ഇനി എന്തായാലും ആട്ടെ, നമ്മളത് തർക്കിച്ച് നിൽക്കുന്ന മൂന്നാളുടെ സെപ്പറേറ്റ് കാണിച്ചു. ഓക്കെ, മൈക്കിൾ കോളിൻസ് എന്ന് പറഞ്ഞിട്ട് അടുത്ത് നിൽക്കുന്ന ആളല്ലേ മൈക്കിൾ കോളിൻസ്? നാട്കോന്നല്ല, സൈഡ് വന്നിട്ട് ഇങ്ങനെ എന്തെല്ലോ പറയട്ടെ. ഇനി അടി കൂടണ്ട. അതിൽ ഒരാള് മൈക്കിൾ കോളിൻസ്, ഒരാള് എഡ്വിൻ ആൽഡ്രിൻ, ഒരാള് നീൽ ആംസ്ട്രോങ്. പ്രശ്നം തീർന്നില്ലേ? ആരേലും ആയിക്കോട്ടെ. ഓക്കെ. So as the earth moves around the sun, it is accompanied by the moon. Even though the moon is earth's nearest neighbor in space, it is 3,84,400 kilometers away from it. Oh, ചെറിയ ദൂരേ ഉള്ളൂ അല്ലേ? See, our earth, moon is the satellite of earth. Each planet is having so many satellites. Some is having 1, 2, 3 like that way, not exact numbers. എല്ലാത്തിനും ഒരുപോലെ ഒരേ നമ്പറുകളല്ല, പലതിലും പല നമ്പറുകളാണ്. അപ്പം നമ്മുടെ എർത്തിന്റെ സാറ്റലൈറ്റ് ആണ്, ഉപഗ്രഹമാണ് നമ്മുടെ മൂൺ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അവർ നെയ്ബറിംഗ്, എന്താ പറയണ്ടേ, നെയ്ബർ ഇൻ സ്പേസ്. അതായത് നമുക്കറിയാം അവർ നെയ്ബറിംഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നെയ്ബർ മീൻസ് വാട്ട്? What is the meaning of neighbor? Nobody knows the meaning of neighbor. Adityan, what is the meaning of neighbor? അയൽക്കാരൻ, one who lives near our house, isn't it? Neighboring state means നമ്മുടെ അയൽ സംസ്ഥാനം. Which are our neighboring state? Neighboring state, which is our state? Wait. Which is our state? ഓഹാ ജോസി, നീ എന്റെ പരിസരത്തെങ്ങാനും നിന്നെ എടുത്ത് അപ്പുറത്തോട്ട് ഇറങ്ങിയേനെ. കണ്ണൂർ പോലും ഞാൻ മരുന്ന് ചൂറിലുമായിട്ട് നിന്റെ വീട്ടിൽ വരുള്ളൂ. അതാ ആദ്യത്തെ സുനിൽകുമാറിന്റെ ബ്ലണ്ടർ. കേരള സിംസ് നെയ്ബറിംഗ് സ്റ്റേറ്റ് ചോദിച്ചപ്പം അതാ അടുത്തത്. അതേറെ നെയ്ബറിംഗ് സ്റ്റേറ്റ് അല്ല, ഫസ്റ്റ് സോറി, ആദ്യത്തെ പറഞ്ഞത് കറക്റ്റാ. ആദ്യത്തെ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നല്ലോ അല്ലെ? വിച്ച് ഇസ് അവർ സ്റ്റേറ്റ്. ഓക്കെ, വെരി ഗുഡ്. സോറി ആദിത്യൻ, ഞാൻ വിചാരിച്ചു മറ്റതിന്റെ ആൻസർ പറഞ്ഞെന്നാ. ആദിത്യൻ, വിച്ച് ഇസ് അവർ സ്റ്റേറ്റ്? കേരള. ഓക്കെ, ജോസിന് വാ തുറക്കല്ലേ ദയവ് ചെയ്ത്. ഓക്കെ, വിച്ച് ആർ അവർ നെയ്ബറിംഗ് സ്റ്റേറ്റ്സ്? നമ്മുടെ അടുത്തുള്ള മറ്റ് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? പിന്നെ ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, ഗോവ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ 28 സ്റ്റേറ്റ്സിന്റെയും പേരുകൾ പറയും. നമ്മുടെ ടച്ച് ചെയ്യുന്ന നെയ്ബറിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കർണാടക ആൻഡ് തമിഴ്നാടു. പിന്നെ ആന്ധ്ര ഒരു നെയ്ബറിംഗ് സ്റ്റേറ്റ് ആണ്, പക്ഷെ അവിടെ നമ്മുടെ ബോർഡർ പങ്കിടുന്നില്ല അവര്. പിന്നെ എന്താ പറയണ്ടേ, ഗോവയൊക്കെ കുറെ ദൂരെയാണ്. കർണാടക കഴിഞ്ഞിട്ട് പോണം ഗോവയിലേക്ക്. അപ്പൊ നെയ്ബറിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബോർഡർ പങ്കിടുന്ന അല്ലെ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കർണാടകയും തമിഴ്നാടുമാണ്. ഓക്കെ, ഇനി വിച്ച് ആർ അവർ നെയ്ബറിംഗ് കൺട്രീസ്? വിച്ച് ഈസ് അവർ കൺട്രി? ഇന്ത്യ. അതാരാ പറഞ്ഞ ആളാരാ? മുഹമ്മദാ? India is my country. All Indians are my brothers and sisters. So India is my country. Seri. My question is, can you name some neighboring countries of India? China. China. Yes. Pakistan. എന്തോ? Myanmar.
പിന്നെ നേപ്പാൾ. നേപ്പാൾ. ആ ഓക്കെ ഓക്കെ, ഞാൻ അതെങ്ങനെ മ്യാൻമാറിനെ കുറിച്ചും. നേപ്പാള്. നേപ്പാള് പക്ഷെ ഞാൻ വേൾഡ് മാപ്പും കേരളത്തിന്റെ മാപ്പും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ട് വീട്ടില്. അത് മമ്മിക്ക് അങ്ങനെ പഠിക്കും, മമ്മിക്ക് കാണാൻ വേണ്ടി അല്ലേ? ഓക്കെ, ചൈന, പാകിസ്ഥാന്, നേപ്പാള്, ദെൻ ബാംഗ്ലാദേശ്, ഇതൊക്കെ നമ്മുടെ നെയ്ബറിംഗ് കൺട്രീസ് ആണ് കേട്ടോ. ഓക്കെ, UAE ആ അവര് ഈ ജോസിയുടെ ബാക്കിയാന്ന് തോന്നുന്നു മുഹമ്മദ്. UAE നമ്മുടെ നെയ്ബറിംഗ് കൺട്രി ആണോടാ? അറബിക്കടലില്ലേ മുഹമ്മദേ, നിന്റെ വീട്ടിലോട്ട് വരുമ്പോഴും ഞാൻ ചൂരിലോട്ട് വരും. അറബിക്കടലുണ്ടെന്ന് കരുതിയിട്ട് UAE നമ്മുടെ നെയ്ബറിംഗ് കൺട്രി ആണോ? അറബിക്കടലാണോ UAE ഉള്ളത്? അല്ല. എന്റെ പൊന്നോ. ശരി ശരി, ഓക്കെ. അപ്പൊ നമ്മുടെ നെയ്ബറിംഗ് കൺട്രീസ് നിങ്ങൾക്ക് അറിയാം, നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് അറിയാം. നമ്മുടെ നെയ്ബറിംഗ് ഡിസ്ട്രിക്ട്സ് ഏതൊക്കെയാണെന്ന് അറിയാമോ? വിച്ച് ഈസ് അവർ ഡിസ്ട്രിക്ട്? ജോസി, which is our state, which is our district? കണ്ണൂരി. Which is our district? കണ്ണൂർ. കണ്ണൂർ. ഉറപ്പാണോ? ഉറപ്പാണേ. ഓക്കെ, ഇവിടെ ചിലവര് കണ്ണൂർ അല്ലാത്തവരുണ്ടോ? അപ്പുറം മറ്റേ കടുമേനിയൊക്കെ പോകുന്ന കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലൊക്കെയാന്ന് തോന്നുന്നു അല്ലേ? ആ, നിലവിലിപ്പം ക്ലാസ്സിലുള്ളവര് മറ്റേ ഏഞ്ചൽ കേൾക്കുന്നുണ്ടോ? ഏഞ്ചൽ കണ്ണൂർ ഡിസ്ട്രിക്റ്റ് ആണോ കാസർഗോഡിലാണോ ഏഞ്ചലിന്റെ പ്ലേസ്? ഏഞ്ചൽ കേൾക്കുന്നില്ല, സ്റ്റക്കാന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങോട്ടാ കടുമേനി ഭാഗത്തൊക്കെ അവിടെയാ ഉള്ള വീട്. യെസ്, കടുമേനി എനിക്കറിയില്ല. കടുമേനി കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് ആണോ എന്നതേന്ന് തോന്നുന്നു. കടുമേനി എനിക്കും തോന്നുന്നു. റുവൈസ് ഒക്കെ അങ്ങോട്ടാ വരുന്നത്, അതുകൊണ്ടാ പറഞ്ഞത്. അങ്ങോട്ടേക്കല്ലോ. എനിവേ ലീവ് ഇറ്റ്. ഓക്കെ ഓക്കെ, കണ്ണൂർ ഡിസ്ട്രിക്റ്റിന്റെ കാര്യം എടുക്കാം. പ്ലീസ് ലീവ് ഇറ്റ്. ഓക്കെ, കണ്ണൂർ ഡിസ്ട്രിക്റ്റിന്റെ കാര്യം എടുക്കാം. വാട്ട് ആർ ദ നെയ്ബറിംഗ് ഡിസ്ട്രിക്ട്സ് ഓഫ് കണ്ണൂർ? കാസർഗോഡ്, വയനാട്, കോഴിക്കോട്. ഓക്കെ, കോഴിക്കോട്, കാസർഗോഡ് ആൻഡ് വയനാട്. 3 districts are the our neighboring districts. Like the same way, ഇതുപോലെ തന്നെ എർത്തിന്റെ നെയ്ബർ സ്പേസ് ആണ് മൂൺ എന്ന് പറയുന്നത്. നമ്മുടെ എർത്തുമായിട്ട് ഏറ്റവും അടുത്ത് വരുന്ന സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ മൂണാണ്. എന്തോരം ദൂരം ഉണ്ട് അറിയാവോ എർത്തിൽ നിന്നും? 3,84,400 കിലോമീറ്റർ. 3,84,400 കിലോമീറ്റർ. ചെറിയ ദൂരമേ ഉള്ളൂ അല്ലേ? ചെറിയ ദൂരം മിസ്സേ, ഇതൊക്കെ വലിയ ദൂരാ. ആണോ? ഓക്കെ, അത്രയും ദൂരെയാണ്. അത്രയും ദൂരെയുള്ള മൂണിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ മൂൺ എന്തോരം ഉണ്ടാകും അല്ലേ? ഓക്കെ, the moon is 4,500 million years old. എത്ര വയസ്സായി നമ്മുടെ മൂണിന്? 4,500 million. 4,500 മില്യൺ ഇയേഴ്സ്. അപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കണ്ട, നമുക്കൊന്നും പിടികിട്ടൂല കേട്ടാ. അതുകൊണ്ട് സോ മൂൺ ഈസ് 4,500 million years old, the same age as the earth. ഇവർ രണ്ടുപേരും ഒറ്റ ദിവസം ഉണ്ടായേ, ഇവരുടെ ബർത്ത്ഡേ രണ്ടു ഒന്നിച്ചാ. സെയിം ഏജ് ഓഫ് എർത്ത്. ഓക്കെ, അവിടെ കൊറേ നേരമായി കൈ പൊക്കിക്കൊണ്ട് പറഞ്ഞു. പട്ടിക്കുട്ടനോ പട്ടിക്കുട്ടിയോ? കുട്ടത്തിയോ കുട്ടനോ? കുട്ടൻ. ടിപ്പു കുട്ടനാ. ഓ അതെയാ. ബ്ലാക്ക് ഓർ വൈറ്റ്? ബ്ലാക്ക്. അതെയോ? ആരുടെ കൂടെ ഈ പട്ടിക്കുട്ടൻ കിടക്കുന്ന? ടിപ്പു മരിയമ്മളുടെ കൂടെയാണോ? അല്ല, അവന് ഒരു സ്ഥലത്ത് ഞങ്ങള് കിടത്തിയിട്ടുണ്ട്, ഒരു സ്പെഷ്യൽ സ്ഥലം. ഓ, തന്നെ കിടന്നോളും, പേടിയില്ലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ മിസ്സിന് അതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരണം കേട്ടോ ജോസി. അല്ല മരിയമ്മളെ,
ടിപ്പർ എന്നാ ടിപ്പർ അല്ലല്ലോ, എന്നാ പറഞ്ഞ ടിപ്പൂല്ലേ? ഇപ്പൊ ടിപ്പുവിന്റെ ഫോട്ടോ എടുത്ത് മിസ്സിന് അയച്ചു തരണം കേട്ടാ. ആ ഓക്കെ. വിറ്റതുണ്ട്. ആ ശരി, ഇപ്പൊ അതിനെ നോക്കാൻ നമുക്ക് സമയമില്ല, നമുക്ക് ക്ലാസ് എടുക്കാം. എനിവേ, ദ മൂൺ ഈസ് കോൾഡ് ദ എർത്ത് സാറ്റലൈറ്റ് ബിക്കോസ് ഇറ്റ് റിവോൾവ്സ് അറൌണ്ട് ദി എർത്ത്. Why do we call the moon as our satellite? Why do we call the moon as our satellite? Because the earth, because the moon revolves around the എർത്ത്. എർത്തിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ സാറ്റലൈറ്റിനെ, ഈ മൂണിനെ നമ്മുടെ സാറ്റലൈറ്റ് എന്ന് പറയുന്നു. അപ്പം ഓരോ പ്ലാനറ്റിന്റെയും ചുറ്റും കറങ്ങുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിന്റെ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എർത്തിന് ചുറ്റും കറങ്ങുന്നത് ആരാണ്? മൂൺ. സോ വി കോൾ ദ മൂൺ ആസ് അവർ സാറ്റലൈറ്റ്. Why does the moon shine at night? The moon shines because it reflects the sun's light falling on it. Actually, this moon has no light, heat and all. There is no heat, no light. But during the day, we will not see. Most of the time, we will not see. But sometimes we can see the moon. But night, we can see the moon clearly. If it is full moon and all, we can see the things around us clearly. Not like day, but somewhat like a day. We can see on a full moon day, isn't it? It gets the light from the sun. Even earth also like that only. Earth also do not have its own light or heat, but earth gets a light and heat from the sun. Same way, moon also is getting light from the moon. Sorry, from the sun. Sunil നിന്നാണ് നമ്മുടെ മൂണിനും ആവശ്യമുള്ള ലൈറ്റും ഹീറ്റും ഒക്കെ കിട്ടുന്നത്. അപ്പൊ ഡേയിൽ നമ്മൾ അധികം ക്ലിയർ ആയിട്ട് കാണില്ല, നൈറ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. പക്ഷെ ആസ് ഇറ്റ് റിവോൾവ്സ്, അതിന്റെ ഫുള്ള് കാണുന്ന ദിവസങ്ങളുണ്ട്, പിന്നെ ഹാഫ്, അങ്ങനെ നമുക്കറിയാം. ഫുൾ മൂൺ ഡേ, ഹാഫ് മൂൺ ഡേ, നോ മൂൺ ഡേ ഒക്കെ നമുക്കറിയാം അല്ലേ? ഓക്കെ. Why does the പകല് കാണുന്നതിനേക്കാളും നന്നായിട്ട് നമുക്ക് രാത്രി കാണുന്നത് എങ്ങനെയാണ് മൂണിനെ? Because it looks like a shining ball there. Because it gets reflected from the sun's rays. സണ്ണിന്റെ റേസിൽ നിന്നും റിഫ്ലക്റ്റഡ് ആവുന്നത് കൊണ്ടാണ് നമുക്ക് രാത്രിയിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. The surface of the moon is made up of plains, valleys and mountains. നമുക്ക് ഒരു ദിവസം ടൂർ പോകാം. Big mountains are there. പ്ലെയിൻ ആയിട്ട് നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെന്താ, വാലീസ്, താഴ്വരകളൊക്കെ ഉണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ ചുമ്മാ ഇങ്ങനെ മണ്ണും കല്ലും മാത്രമേ ഉള്ളൂ. വലിയ കുന്ന്, അവിടെ മണ്ണും കല്ലും മാത്രം. താഴ്വാരം, അവിടെ മണ്ണും കല്ലും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിക്കേ, ചിത്രത്തിൽ നോക്കിക്കേ, എഡ്വിൻ ആൽഡ്രിന്റെ അവിടെ. ഓക്കെ, there are big hollows called craters all over the moon. The craters are round and deep. A dark gray dust covers the surface of the moon. പിന്നെ അത് മാത്രമല്ല, വലിയ കുഴികളുണ്ട്, ക്രേറ്റേഴ്സ്, ബിഗ്. ഇത് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കിണറിന്റെ പോലത്തെ കുഴികളൊന്നുമല്ല, അതിലും വലിയ ഡീപ്പ് ആൻഡ് റൗണ്ട് ആയിട്ടുള്ള ക്രേറ്റേഴ്സ് ഉണ്ട്, വലിയ ആഴത്തിലുള്ള കുഴികളുണ്ട്. പോണാ, ടൂർ പോണാ? വേണ്ട മിസ്സേ, വേണ്ട. പെട്ടു. പക്ഷെ ടൂർ പോകണമെന്നുണ്ട്, ആലോചിക്കാം. ഓക്കെ. Americans Neil Armstrong, Edwin Aldrin and Michael Collins were the first people to land on the moon. They landed on the moon on 21st July 1969. So that's what നമ്മൾ അന്നത്തെ ദിവസം ചാന്ദ്രദിനം എന്നും പറയുന്നത്. എന്തുകൊണ്ടാ ജൂലൈ 21 നമ്മൾ ചന്ദ്രദിനം എന്ന് പറയാൻ കാരണം എന്താണ്? അന്നാണ് നമ്മുടെ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും മൈക്കൽ കോളിൻസും ആദ്യമായിട്ട് ചന്ദ്രനിലെത്തുന്നത്. ഓക്കെ. In their July 1969 in their spacecraft Apollo 11 or Apollo 2. Neil Armstrong and Edwin Aldrin were the first people to step on the moon. മൈക്കൽ കോളിൻസ് പിന്നെ നമ്മുടെ ആ സ്പേസ് ക്രാഫ്റ്റിൽ ഇരുന്നു. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും കൂടിയിട്ട് മൂണിൽ ഇറങ്ങി. ഇതിൽ ആരാണ് ആദ്യം ഇറങ്ങിയതെന്ന് ഇതുവരെ അറിയത്തില്ല, അവർ പറഞ്ഞിട്ടില്ല. രണ്ടാളും ഇറങ്ങി. മൈക്കൽ കോളിൻസ് സ്പേസ് ക്രാഫ്റ്റിൽ തന്നെ ഇരിക്കുകയും ചെയ്തു. ഓക്കെ, നമ്മുടെ ടൈം കഴിഞ്ഞു. വി ഹാവ് വൺ മോർ പീരിയഡ്, isn't it? At 1:45 something, no? Or 2:30 I think. We'll continue in that class. Okay, bye then. 15 answer.
3:15. Okay. Bye, miss. Thank you, miss.